അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇല്ലാത്തവര് അത് കാണണം, ഇല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തില്, കൂട്ടുകാരില്, നാട്ടില് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രയാസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചത്. നിർബന്ധമായി നിങ്ങൾ കണ്ടിരിക്കണം. ഇന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണക്കാരനായ ഒരു വില്ലനുണ്ട്. ഓരോ വീട്ടിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന, നാളെ വലിയൊരു സ്ഫോടനമായി മാറാൻ സാധ്യതയുള്ള ഒരു വലിയ വില്ലനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആ വില്ലൻ നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണുകളാണ്. സ്നേഹബന്ധങ്ങൾക്കിടയിൽ മതിൽ തീർക്കുന്ന ഈ സ്ക്രീൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എത്ര സമയം കവർന്നെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഞെട്ടിക്കുന്ന കണക്കിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 13 മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ള മക്കൾ, യൂത്തും ടീനേജും ഒക്കെയായ നമ്മുടെ മക്കൾ, ഒരു ദിവസം അവർ മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്ന സമയമെന്ന് പറയുന്നത് 8:30 മുതൽ 9:30 വരെ മണിക്കൂറുകളാണ്. 8.5 മുതൽ 9.5 മണിക്കൂറാണ്. അഥവാ അവർ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ 60% അവർ മൊബൈൽ ഫോണിലാണ്. അവരുടെ പഠനവും ചിന്താശേഷിയും എവിടെ നഷ്ടപ്പെട്ടു, എവിടെ പോയി എന്ന് ഈ കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് 20 മുതൽ 40 വയസ്സ് വരെയുള്ള സഹോദരിമാരിലേക്ക്, ദമ്പതികളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക്, യുവാക്കളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, 20 മുതൽ 40 വയസ്സ് വരെയുള്ള സഹോദരിമാർ അവരുടെ സമയത്തിന്റെ 6:30 മുതൽ 7:30 വരെ മണിക്കൂർ മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്നുണ്ട്. അതേ പ്രായത്തിലുള്ള പുരുഷന്മാർ 5:30 മുതൽ 6:30 മണിക്കൂർ വരെ തങ്ങളുടെ സമയം മൊബൈൽ ഫോൺ നഷ്ടപ്പെടുത്തുന്നുണ്ട്. പണ്ട് പരസ്പരം സംസാരിച്ചിരുന്ന ആ സമയം ഇന്ന് റീൽസുകൾക്കും സോഷ്യൽ മീഡിയകൾക്കും വഴിമാറിയിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രായമായവരിലേക്ക്, 40 മുതൽ അങ്ങോട്ട് പ്രായമുള്ളവരിലേക്ക് വരുമ്പോ, അവർ ഒരു ദിവസത്തിന്റെ ശരാശരി 3 മുതൽ 4:30 മണിക്കൂർ വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം വരെയുള്ള വിശ്രമകാലം പോലും ഇന്ന് മൊബൈൽ സ്ക്രീനുകളിൽ തളക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഈ കണക്കുകൾ ഇവിടെ പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാമല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതുപോലെ പല അവിഹിത ബന്ധങ്ങൾക്കും കുടുംബ തകർച്ചകൾക്കും കാരണം ഈ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗമാണ്. 20 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ദമ്പതിമാർക്കിടയിൽ ആശയവിനിമയം ഇല്ലാതാകുന്നു. അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അപകടമാകുന്നത്. വെറും വിനോദത്തിനപ്പുറം ഇത് അഡിക്ഷനായി മാറിയിരിക്കുകയാണ്. സഹോദരിമാർക്കിടയിൽ റീൽസുകളിലെ, സോഷ്യൽ മീഡിയകളിലെ മറ്റുള്ളവരുടെ അതിശയിപ്പിക്കുന്ന ജീവിതം കാണുമ്പോൾ സ്വന്തം ജീവിതത്തിൽ നിരാശപ്പെടുന്നു. ഇത് പലപ്പോഴും ഭർത്താക്കന്മാരിൽ നിന്ന് അകലാനും പല അവിഹിത ബന്ധങ്ങൾക്കും കാരണമാകുന്നു. നമ്മുടെ കുട്ടികൾക്കിടയിൽ ഗെയിമിങ്ങും അശ്ലീല സൈറ്റുകളും ഉപയോഗിക്കുന്നത് വഴി അവരുടെ ചിന്തകൾ മാറുന്നു. രക്ഷിതാക്കളോട് പോലും സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ലാതെയായി മാറുന്നു. കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നു. എല്ലാവരും ഒരു വീട്ടിലുണ്ടെങ്കിലും ഓരോരുത്തരും അവരവരുടെ സ്ക്രീനുകളിൽ തളക്കപ്പെട്ടവരാണ്. എന്താണ് ഇനി പരിഹാരമുള്ളത്? മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ, സോഷ്യൽ മീഡിയയിൽ ഉപേക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ അവ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരല്പനേരം എല്ലാവരും മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ച് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവ് ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മക്കൾ, കുട്ടികൾ മൊബൈൽ ഫോണിന് വാശി പിടിക്കുമ്പോ, അതിൽ അഡിക്റ്റായി വരുമ്പോ, അതല്പനേരം മാറ്റിവെച്ച് അവരോടുകൂടെ സമയം ചിലവഴിക്കാൻ, അവരോടുകൂടെ സംസാരിച്ചിരിക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ ഭാര്യയോട് ഇതുപോലെ സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാത്ത പക്ഷം നമ്മൾ തിരിച്ചറിയുമ്പോഴേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഗൗരവത്തോടുകൂടെ നമ്മളിത് ചിന്തിക്കണം. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ വെൽബെയിങ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അതൊന്ന് എടുത്തു നോക്ക്. നിങ്ങൾ ഇന്ന് എത്ര സമയം മൊബൈൽ ഫോണിൽ ചിലവഴിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയ്ക്ക് അവസാനത്തിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കുടുംബത്തിലേക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മൾ കാരണം ഈ നന്മയുടെ ചിന്ത, ഒരു വിവേകം മറ്റുള്ളവർക്ക് കിട്ടിയാൽ അത് വലിയ ഉപകാരമായിരിക്കും. നാളെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും വരാം. അല്ലാഹു നമ്മുടെ സമയങ്ങളൊക്കെ നല്ല രീതിയിൽ ചിലവഴിക്കാൻ, നമ്മുടെ മൊബൈൽ ഫോണുകൾ അനുബന്ധമായി സോഷ്യൽ മീഡിയകളൊക്കെ നല്ലതിന് വേണ്ടി, ആവശ്യത്തിന് മാത്രം
ഉപയോഗിക്കുവാനും കൂടുതൽ സമയം പരസ്പര ബന്ധങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.